കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുഞ്ഞിന് കണ്ണീരോടെ വീട് നൽകി. തൃശൂർ കൊടുങ്ങപ്പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിനിടെ കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടത്തി. കുരുന്നു ബാലന് യാത്രാമൊഴിയേകാൻ നാട് ഒന്നടങ്കമാണ് കോടാലിക്കടുത്തുള്ള കടമ്പോട് കാവുങ്ങൽ വീട്ടിലും വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലുമായി എത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ആൽജോയുടെ മൃതദേഹം രാവിലെ 11ഓടെയാണ് കടമ്പോടുള്ള വീട്ടിൽ കൊണ്ടുവന്നത്. കടമ്പോട് ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആൽജോയെ അവസാനമായി ഒരു നോക്കു കാണാനായി സഹപാഠികളും പ്രധാന അധ്യാപിക PM ലിഷയുടെ നേതൃത്വത്തിൽ അധ്യാപകരും എത്തിയിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ, പുതുക്കാട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്, വെള്ളിക്കുളങ്ങര വരന്തരപ്പള്ളി പോലീസ് SHOമാർ, വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോയ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. റവന്യൂ ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ഇരിങ്ങാലക്കുട രൂപതയിലെ സീനിയർ വൈദികരും ആൽജോയുടെ വീട്ടിലെത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൽജോയുടെ മൂത്ത സഹോദരൻ അനോജിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ വെന്റിലേറ്ററിലാണ്. അതേസമയം കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെയാണ് കണ്ടത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. റബ്ബർ മരങ്ങളുടെ നടുവിലാണ് ഇവരുടെ വീട്. സമീപ പ്രദേശങ്ങളിൽ ശംഖുവരയൻ പാമ്പുകളെ നിരവധി കണ്ടിട്ടുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. വീടിനോട് ചേർത്ത് വെച്ച വിറകുകെട്ടുകളും ഭിത്തിയിലൂടെയുള്ള വള്ളിപ്പടർപ്പുകളും വീടിനുള്ളിലേക്ക് പാമ്പ് കയറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. നാട്ടുകാർ തല്ലിക്കൊന്ന പാമ്പിനെ പരിശോധനകൾക്കായി വനംവകുപ്പ് കൊണ്ടുപോയി. അതേസമയം കുട്ടിയുടെ മരണകാരണം ശംഖുവരയൻ്റെ കടിയേറ്റ് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കണ്ടെത്തൽ. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്. ഭക്ഷ്യവിഷബാധയാണ് കുട്ടിക്ക് ഏറ്റതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. മീഡിയ ടൈം, കൊടകര.